ഗ്രഹനിലചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 14/3/1983 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പൂരുരുട്ടാതിയാണ് നക്ഷത്രം. പൂരുരുട്ടാതി 2-ാം പാദം. കർക്കടക ലഗ്നം. ലഗ്നത്തിൽ ഗുളികൻ. 2 ശൂന്യം, 3 ശൂന്യം, 4 ശനി, 5 വ്യാഴം, 6 കേതു, 7 ശൂന്യം, 8 ചന്ദ്രൻ, സൂര്യൻ, ബുധൻ, 9 ഭാഗ്യസ്ഥാനത്ത് കുജൻ, 10 ശുക്രൻ, 11 ശൂന്യം, 12 രാഹു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ലഗ്നത്തിലെ ഗുളികൻ. കർക്കടക ലഗ്നം. ലഗ്നത്തിലെ ഗുളികൻ, അതായത് ചന്ദ്രൻ്റെ ക്ഷേത്രത്തിലെ ഗുളികൻ ചന്ദ്രനാണെങ്കിൽ ശനിയുടെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓർത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അലോസരപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് കർക്കടക ലഗ്നത്തിൽ ഗുളികനൊക്കെ നിന്ന് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ചന്ദ്രൻ നിൽക്കുന്നത് ശനിയുടെ ക്ഷേത്രത്തിലുമാണ്. ശനി ഉച്ചത്തിലാണ്, വളരെ നല്ലതാണ്. 4-ലെ ശനി ഉച്ചത്തിൽ വളരെ നല്ലത് തന്നെയാണ്. 5-ലാണ് വ്യാഴം, അതും നല്ലതാണ്. പക്ഷേ ഈ ലഗ്നത്തിലെ ഗുളികൻ എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ മുറിവ് വന്ന പാടുകളോ വീണതിൻ്റെ അല്ലെങ്കിൽ ചതവുകൾ, ഒടിവുകൾ പോലെയുള്ള കാര്യങ്ങളോ ഒക്കെ ലഗ്നത്തിൽ ഗുളികൻ നിൽക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ചും ശരീര സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പാടുകൾ പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നതായിട്ട് പല ആളുകൾക്കും കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ധനസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം സൂര്യൻ ശത്രുവായ ശനിയുടെ ക്ഷേത്രത്തിലാണ് ചന്ദ്രനോടൊപ്പം ബുധനോടൊപ്പം നിൽക്കുന്നത്. 1. 2 ചെലവിൻ്റെ സ്ഥാനമായ 12, വ്യയസ്ഥാനം 12-ൽ രാഹു. അവിടേക്ക് നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ 2-ലേക്കും 12-ലേക്കും ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ധനസ്ഥാനത്തേക്കും ചെലവിൻ്റെ സ്ഥാനത്തേക്കും, അതായത് വ്യയസ്ഥാനത്തേക്കും ഗുളികൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ കാശ് മഴവെള്ളം പോലെ ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കും. അത് അറിഞ്ഞാവാം, അറിയാതെയാവാം, ആവശ്യമുള്ള കാര്യങ്ങൾക്കാവാം, അനാവശ്യമായ കാര്യങ്ങൾക്കാവാം, അത്യാവശ്യമായ കാര്യങ്ങൾക്കുമാവാം. ഏത് രീതിയിലാണെങ്കിലും ഈ കാശ് ഒഴുകി പോകുന്ന ഒരവസ്ഥ ഇത്തരക്കാർക്ക് തീർച്ചയായിട്ടും അനുഭവത്തിൽ വരുന്നതാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും. ഇന്നലെ എന്നെ ഒരാൾ വിദേശത്തുനിന്ന് വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രഹനില ഞാൻ നോക്കിയതാണ്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതേപോലെ തന്നെയാണ്. അദ്ദേഹത്തിന് 12-ൽ കേതുവാണ്. ഈ പറയുന്ന പോലെ കാശ് ഒഴുകിപ്പോകുന്ന ഒരവസ്ഥ എന്നാണ് അദ്ദേഹത്തിനും. അദ്ദേഹം വളരെ സാറ്റിസ്ഫൈഡായി വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ ഏത് കാര്യം നോക്കിയാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പണം ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കും. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഗ്രഹങ്ങളുടെ അവസ്ഥയാണ് ലഗ്നത്തിലെ ഗുളികൻ. 2-ലേക്ക് ദൃഷ്ടി, 12-ലേക്ക് ദൃഷ്ടി. ധനവരവിനെ അല്പം ബുദ്ധിമുട്ടുണ്ടാവുകയും എന്നാൽ വരുന്ന ധനത്തെ ചെലവഴിക്കാനുള്ള ഒരു ടെൻഡൻസി, വാസന കൂടുകയും ചെയ്യും. അത് പലപ്പോഴും നമ്മൾ അറിയുക പോലുമില്ല. പലപ്പോഴും ചിലവ് കഴിഞ്ഞ ശേഷമായിരിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. ഒഴുകിപ്പോവുക എന്ന് പറയില്ലേ, മഴവെള്ളം ഒഴുകിപ്പോകുന്നത് പോലെ ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കും. അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ പ്രായോഗികമായി ആദ്യം ചിന്തിച്ച് തീരുമാനിച്ച് ഉറപ്പിക്കുക. അതായത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കും ആവശ്യമുള്ള കാര്യങ്ങൾക്കും പണം ചെലവഴിക്കില്ല, മറിച്ച് അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ധനം ചെലവഴിക്കുകയുള്ളൂ എന്നൊരു ഉറച്ച തീരുമാനം എടുക്കുക തന്നെ വേണം. അല്ലാത്ത പക്ഷം ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിരാശ അനുഭവപ്പെടാനുള്ള ഒരു യോഗവുമുണ്ട്. യഥാർത്ഥത്തിൽ ഈ ധനം ഒഴുകി പോകുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് അലോസരപ്പെടണമെന്നത് ഇവിടെ ഒരു യോഗം കൂടാണ്. ലഗ്നത്തിലെ ഗുളികൻ കർക്കടകത്തിൽ ചന്ദ്രൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. ചന്ദ്രൻ ശനിയുടെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. ഇത് ഒരു കാരണം തന്നെയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹത്തിൻ്റെ അധിപൻ 1, 2, 3, 4, 5, 6, 7 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമാണ് ഇവിടെ ഉച്ചത്തിൽ നിൽക്കുന്നത്. അപ്പോൾ നല്ല എത്തിക്സും കാര്യങ്ങളൊക്കെയുള്ള ഭാര്യ തന്നെയാണ്. ഒരല്പം കടുംപിടുത്തം, വാശി പോലെയുള്ള കാര്യങ്ങൾ കൂടിയിരിക്കും. 7-ാം ഭാവാധിപൻ ശനി ആയിക്കഴിഞ്ഞാൽ ഒരല്പം വാശി സ്വഭാവം, അല്ലെങ്കിൽ ഞാൻ തീരുമാനിച്ചതാണ് ശരി, അത് നല്ല കാര്യങ്ങൾക്ക് വളരെ നല്ലതുമാണ്, അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ശരിയല്ലാത്തൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിനെ തിരുത്തി മുന്നോട്ട് പോകുന്നതല്ലേ ജീവിതത്തിന് ഏറ്റവും അഭികാമ്യം. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ വളരെ നല്ലതുമാണ്. അതിന് നെഗറ്റീവ് സെൻസ് ഉണ്ട്. ഇപ്പോൾ അവിടെ രാഹുവിൻ്റെയൊക്കെ ഒരു ദൃഷ്ടി വരുന്നു, അല്ലെങ്കിൽ കുജൻ്റെയൊക്കെ ഒരു ദൃഷ്ടി വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ഫലം അടിമുടി മാറും. ഇറിറ്റേഷൻസ് ഉണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, ദേഷ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും, ഒരുപക്ഷെ കയ്യാങ്കളിയും ഉണ്ടാകാം. പക്ഷേ ഇവിടെ സംബന്ധിച്ച് അല്പം വാശി, അല്പം കടുംപിടുത്തം, അല്പം ഒരു ഞാനാണ്
ശരി എന്ന് പറയുന്ന ഒരു വാദമുഖമൊക്കെ ഉന്നയിക്കും എന്നതിലുപരി മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പറയാം. ആ വ്യക്തി അങ്ങനെ തന്നെയാണ് താനും. പക്ഷേ അത് നല്ലതുമാണ്, വളരെ നല്ലതുമാണ്. ചെറിയ കാര്യങ്ങളിൽ തിരുത്തി മുന്നോട്ട് പോകുന്നതല്ലേ ജീവിതത്തിന് എപ്പോഴും നല്ലത്. അതിനെ പോസിറ്റീവായി മാത്രം എടുക്കുക. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ 10ാം ഭാവാധിപൻ 9-ലും 9ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം 5-ലും ആണ് നിൽക്കുന്നത്. അതായത് ലഗ്നാൽ 10ൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. 10-ൽ ശുക്രൻ നിൽക്കുന്നു. 11ാം ഭാവത്തിൻ്റെ അധിപനായ ലാഭസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ 10-ൽ നിൽക്കും. തൊഴിൽ സംബന്ധമായി ഇദ്ദേഹത്തിന് വളരെ നല്ലതാണ്. ഇദ്ദേഹം ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ. അപ്പോൾ അത് നല്ലത് തന്നെയാണ്. പക്ഷേ ഈ ചിലവുകളെ, എത്ര ധനം വന്നാലും ചിലവുകൾ എന്ന് പറയുന്നത് തൊഴിൽ സംബന്ധമായി വളരെ മിടുക്കനായിരിക്കും, അതിനുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടാവും. പക്ഷേ ആ അറിവ് സംബന്ധമായിട്ട് ധനം സമ്പാദിക്കുകയും ചെയ്യും. പക്ഷേ ചിലവുകൾ, വർദ്ധിച്ച ചിലവുകൾ ഇദ്ദേഹം നേരിട്ടേ മതിയാകും. അതിന് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങൾ കൃത്യമായിട്ടുണ്ട്. അദ്ദേഹവുമായി കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യുകയും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പ്രായോഗികമായിട്ടുള്ള ചിന്താഗതി, ഏതൊക്കെ കാര്യങ്ങൾക്ക് കാശ് ചെലവഴിക്കണം, പണം ചെലവഴിക്കരുത് എന്നുള്ള ഒരു പട്ടിക തയ്യാറാക്കി തന്നെ ജീവിതത്തെ നേരിടാൻ ഇദ്ദേഹം ശീലിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഇത്തരക്കാർ, ഈ വ്യക്തി മാത്രമല്ല, ഇപ്പോൾ ലഗ്നത്തിലേക്ക് ഗുളികൻ ആർക്ക് നിന്നാലും എവിടെ നിന്നാലും നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ 2-ലേക്കും 12-ലേക്കും സ്ഥിതി ചെയ്യുന്നുണ്ട്. 2 ധന സമ്പാദനവുമായി ബന്ധപ്പെട്ട പൊസിഷനാണ്. അതുപോലെ 12 എന്ന് പറയുന്നത് വ്യയം, ചെലവ് സംബന്ധമായിട്ടുള്ള പൊസിഷനുമാണ്. ധനസ്ഥാനത്തേക്ക് ഗുളികൻ്റെ ദൃഷ്ടി, ചെലവിൻ്റെ വ്യയസ്ഥാനത്തേക്കും ഗുളികൻ്റെ ദൃഷ്ടി. വളരെയധികം ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇത്തരം ആളുകൾ എല്ലാവരും തന്നെ, അത് വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചു തന്നെ പോകണം എന്ന് സാരം. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ 5ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം 9-ലാണ് നിൽക്കുന്നത്. 5-ൽ വ്യാഴമാണ്. കുട്ടികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ നല്ല അനുഭവങ്ങളും, കുട്ടികൾക്ക് പ്രത്യേകം ഒരു മമതയും ഒരു പ്രീതിയും സ്നേഹവും ഗുരുഭക്തിയും അല്ലെങ്കിൽ വലിയ സ്ഥാനവുമൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന കുട്ടികൾ ഇദ്ദേഹത്തിന്, അത്തരം അനുഭവങ്ങളൊക്കെ ഇദ്ദേഹത്തിന് വളരെ കൂടുതലായി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുട്ടികളെ ഓർത്ത് അഭിമാനിക്കുന്ന നിമിഷങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാകാം. 5ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം 9-ലും 9ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം 5-ലുമാണ് നിൽക്കുന്നത്. നല്ലത് തന്നെയാണ്, അതിൽ തെറ്റൊന്നും പറയാനൊന്നുമില്ല. അതുപോലെ തന്നെ രാഹുവിൻ്റെയൊക്കെ ദൃഷ്ടി എടുക്കുന്ന സമയത്ത് രാഹു നിൽക്കുന്ന രാശിയിൽ നിന്നും 6, 7, 9, 12 ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി. അതായത് 1, 2, 3, 4, 5, 6. 6-ലേക്ക്, അതായത് 5-ൽ നിൽക്കുന്ന വ്യാഴത്തിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ പഠന സംബന്ധമായിട്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ വീട്ടിൽ നിന്നൊക്കെ എല്ലാവർക്കും മാറി നിൽക്കാനൊക്കെയുള്ള സാധ്യത ഭാവിയിൽ ഉണ്ടാകാം. അങ്ങനെ പൊതുവേ പല ആളുകൾക്കും കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇത് 100-ൽ 100 പേർക്കും എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത് എന്നൊന്നും പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ 12-ലേക്ക്, 12 എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് 11ആണ്. അതായത് 11-ലേക്കുള്ള രാഹുവിൻ്റെ ദൃഷ്ടി പൊതുവേ നല്ലതാണെന്നാണ് ജ്യോതിഷം പറയാറ്. 3, 6, 8, 11 ഭാവങ്ങളിലൊക്കെ രാഹു അത്യാവശ്യം തെറ്റില്ലാത്ത ഫലങ്ങൾ പല ആളുകൾക്കും കൊടുത്ത് കാണുന്നുണ്ട്. എന്നാലും രാഹു ആയതുകൊണ്ട് ലാഭസ്ഥാനത്തേക്കുള്ള ദൃഷ്ടി എന്ന് പറയുമ്പോൾ ഒരു ജാഗ്രത, ഒരു ചെറിയ ശ്രദ്ധ കൂടുതൽ കൊടുത്ത് തന്നെ മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനൊരു കാരണം കൂടുണ്ട്. ചെലവിൻ്റെ സ്ഥാനത്താണ് രാഹു നിൽക്കുന്നത്, അവിടേക്കാണ് ഗുളികൻ ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ ചെലവുകൾ, എന്ത് ചെയ്താലും ചെലവുകൾ. ഇതിലെ പ്രധാന പോയിൻ്റ്, ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ചെലവുകളാണ്. വർദ്ധിച്ച ചെലവുകൾ, ഒരു കാരണവുമില്ലാതെ കാശിങ്ങനെ ഒഴുകിപ്പോകുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ഒഴുകിപ്പോകുന്ന ഒരവസ്ഥ അടിക്കടി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതൊരു പ്രധാന നെഗറ്റീവ് തന്നെ. അതിനെ മാറ്റിയെടുക്കുക, അതിൻ്റെ പെർസെൻറ്റേജിനെ കുറയ്ക്കുക, കൃത്യമായിട്ടുള്ള ചിന്താശേഷി കൂട്ടുക വഴി, കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുക വഴി അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഒരു 40, 50, 60% വരെ ഏറിയ പങ്കും കുറയ്ക്കാൻ സാധിക്കും. 30, 40% നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നേരിട്ടേ പറ്റൂ. അതിനെ അങ്ങനെ മാത്രം കാണുക. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ വ്യാഴദശയിലായിരുന്നു ജനനം, അതായത് പൂരുരുട്ടാതിയാണ്. വ്യാഴദശയിലായിരുന്നു ജനനം. ശനിദശ, അതായത് ഗുരുദശ 91 വരെയും ശനിദശ 2010 വരെയും, അതിനുശേഷം ബുധദശ 2027 വരെ. ഇപ്പോഴത്തെ നടപ്പ് ദശയും അത് തന്നെയാണ്. അതിനുശേഷം കേതുദശ 7 കൊല്ലം വരെ അല്പസ്വല്പം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ അതിനുശേഷം ശുക്രനാണ് 2054 വരെ.
34 ടു 54 20 കൊല്ലക്കാലം ശുക്രദശയാണ്. 10ലാണ് ശുക്രൻ നിൽക്കുന്നത്. 1 2 3 4 5 6 7 ലാഭസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ലഗ്നത്തിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. അതെല്ലാം പോസിറ്റീവ് തന്നെയാണ്. അതെല്ലാം വളരെ നല്ലതുമാണ്, പോസിറ്റീവുമാണ്. പക്ഷേ അപ്പോഴും ചെലവുകളെ കരുതി തന്നെ ഇരിക്കുക എന്ന് സാരം. ശുക്രദശയ്ക്ക് ശേഷം ഇദ്ദേഹത്തിന് സൂര്യൻ, ചന്ദ്രൻ, കുജൻ എന്നീ ക്രമത്തിലാണ് ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ നടപ്പ് ദശ എന്ന് പറയുന്നത് ബുധദശയിൽ ശനിയുടെ അപഹാരമാണ്. ബുധദശയിൽ ശനി 4-ൽ നിൽക്കുന്ന, ഉച്ചത്തിൽ നിൽക്കുന്ന ശനിയുടെ അപഹാരം. ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറിയ ഒരു ലാഗ് ശനിയുടെ ഒരു സ്വഭാവം ആദ്യം കാണിക്കും. സത്യം തന്നെയാണ്. അതിൽ ഭയക്കേണ്ടതോ ശ്രദ്ധിക്കേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു ചെറിയ മുൻകരുതലെടുക്കുക, അത് ധൈര്യമായി മുന്നോട്ട് പോവുക. കാര്യങ്ങളൊക്കെ ഒരുവിധം നന്നായി തന്നെ നടന്നോളും. പക്ഷേ അപ്പോഴും പരമാവധി ചിലവുകൾ വരുന്ന കാര്യങ്ങളിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു നിൽക്കാൻ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. 12ലാണ് രാഹുവിൻ്റെ സ്ഥാനം, ചെലവിൻ്റെ സ്ഥാനത്ത്. അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി, ധനസ്ഥാനത്തേക്കും ഗുളികൻ്റെ ദൃഷ്ടി. വളരെയധികം ശ്രദ്ധിച്ച് തന്നെ ഇത്തരം ഗ്രഹനിലയുള്ള ഒരുപാട് ആളുകളുണ്ടാകും. അവരെല്ലാവരും ഈ പറഞ്ഞ ഒരു പോയിൻ്റ് മനസ്സിൽ വച്ച് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതിനുള്ള പരിഹാരങ്ങൾ, ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങൾ കൃത്യമായി ചെയ്യുന്ന വഴിക്ക്, അത് ആ കണക്കിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50-60 ഒരു 65% വരെയൊക്കെ ഈ നെഗറ്റീവ് ഒന്ന് കുറഞ്ഞിരിക്കും. 100 രൂപ പോകേണ്ടിടത്ത് ഒരു 30-40 രൂപയെ പോകത്തുള്ളൂ എന്ന് സാരം. അതിനെ ആ ഒരു രീതിയിൽ മാത്രം എടുക്കുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.